മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലെ ദുരന്തമുണ്ടായിട്ട് ഒരു വർഷമായിട്ടില്ല, 8 മാസങ്ങളാവുന്നു. ഈ ഘട്ടത്തിൽ നാം പുനരധിവാസ ശിലാസ്ഥാപനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നമുക്കിത് ചെയ്തേ പറ്റുമായിരുന്നുള്ളൂ. എങ്ങനെയെന്ന ചോദ്യം സ്വയം ചോദിക്കാൻ സമയമോ സാവകാശമോ ഉണ്ടായിരുന്നില്ല. ഇച്ഛാശക്തി ഉണ്ടാവുക എന്താണ് പ്രധാനം. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും കൂടി തീരുമാനിച്ചപ്പോൾ അതിന് വഴിയുമുണ്ടായി. അതിന്റെ തെളിവാണ് ഇവിടെ ഉയരുന്ന ടൗൺഷിപ്പ്. ഉരുൾപൊട്ടൽ നടന്നിടത്തോളം കാലം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധത്തിലുള്ള ആനുകൂല്യങ്ങളും സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കുകയും ഒരു സർക്കാർ കേരളത്തിലുണ്ട് എന്നുള്ള ഒരു ബോധ്യം ജനങ്ങൾക്ക് ഉണ്ടാകത്തക്ക രീതിയിലുള്ള പ്രവർത്തനമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല. ഒരു വെല്ലുവിളിയും മറികടക്കാനാവാത്തതല്ല. ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല. എല്ലാ വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം എന്തിനേയും അതിജീവിക്കും. അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം, മഹാസന്ദേശം.